2013 മോഡലിലെ ഒരു അടിപൊളി വാഹനം ഇന്നലെ സ്റ്റോക്ക് കയറിയ വാഹനം കേട്ടോ. വന്ന അതേ കണ്ടീഷനിലാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. മേജർ ആയിട്ടുള്ള ഒരു ആക്സിഡന്റ് ഹിസ്റ്ററി കാര്യങ്ങളൊന്നുമില്ല. ഈ വാഹനം ഇന്നലെ വൈകിട്ടാണ് നമുക്ക് സ്റ്റോക്ക് വരുന്നത്. സ്റ്റോക്ക് വന്ന ടൈമിൽ തന്നെ ഞാനൊരു എയർപോർട്ട് ട്രിപ്പൊക്കെ അടിച്ചു. മെക്കാനിക്കൽ സൈഡും സസ്പെൻഷൻ ഭാഗമൊക്കെ പക്കയാണ് കേട്ടോ. ടയർ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഫ്രണ്ടേജ് ഒരു 70-80% ടയർ ഭാഗം വരുന്നുണ്ട്. ബാക്ക് ടയർ നോക്കുകയാണെങ്കിൽ ഒരു 50% വരുന്നുണ്ട് കേട്ടോ. പുതിയ ഇൻഷുറൻസ് ആണ് വരുന്നത്. നിങ്ങൾ പറയുന്ന ഏത് ആർ ടി ഓഫീസിലും നമ്പർ ആക്കിയിട്ട് നമുക്ക് തരാൻ കഴിയും. നിലവിൽ സെക്കൻഡ് ഓണർഷിപ്പ് കിടക്കുന്ന വാഹനമാണ്. കിലോമീറ്റർ ഓടിയുള്ളത് 2,03,000 കിലോമീറ്റർ ആണ് കേട്ടോ. ഏകദേശം കമ്പനി ഹിസ്റ്ററിലുള്ള വാഹനമാണ്. മെക്കാനിക്കൽ സൈഡൊക്കെ നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാൻ കഴിയും കേട്ടോ. ഇതുമ്പോൾ ലോണ് കാര്യങ്ങളൊന്നും നമുക്ക് ചെയ്തു കൊടുക്കാൻ കഴിയില്ല. നിങ്ങൾ പറയുന്ന ഏത് ആർ ടി ഓഫീസിക്ക് എൻ ഒ സി എടുത്ത് നമ്പർ ആക്കിയിട്ട് നമുക്ക് ഫൈനലായിട്ട് 7,90,000 രൂപയ്ക്ക് നമുക്ക് ഫൈനലായിട്ട് കൊടുക്കാൻ കഴിയും കേട്ടോ. മേജറായിട്ടുള്ള ആക്സിഡന്റ്, ഫ്ലഡ്, മേജർ കംപ്ലൈന്റുകൾ ഇല്ലാന്നില്ല നമുക്ക് ഗ്യാരണ്ടി തരാൻ കഴിയും. 8 സീറ്റ് വാഹനമാണ് വരുന്നത് കേട്ടോ. ബോഡി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഏകദേശമൊക്കെ കമ്പനി പെയിന്റ് വരുന്ന വാഹനമാണ്. ചെറിയ മൈനർ ആയില്ല 1-2 സ്ക്രാച്ചസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ സ്ക്രാച്ചസും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്തിട്ട് പക്ക ഷോറൂം കണ്ടീഷൻ ആക്കിയിട്ടാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഫ്രണ്ടേജ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തി തന്നെ ഉള്ളത്. ബോണറ്റ് കാര്യങ്ങളൊക്കെ പക്കയാണ്. ഈ സൈഡ് ഭാഗങ്ങളിലൊക്കെ ചെറിയ ചെറിയ മൈനർ ആയിട്ടുള്ള സ്ക്രാച്ചസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ ഈ വീഡിയോ തന്നെ മാക്സിമം ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. ആവശ്യക്കാർ ഫുൾ വീഡിയോ കണ്ട് മാത്രം വിളിക്കുക. ഇതുപോലെ ലോണ് കാര്യങ്ങളൊന്നും നമുക്ക് ചെയ്തു കൊടുക്കാൻ കഴിയില്ല. ഒരു ബമ്പറിന്റെ ഈ ഒരു സൈഡ് ഭാഗത്തൊക്കെ ചെറിയ ചെറിയ സ്ക്രാച്ചസ് കാര്യങ്ങളുണ്ട്. ഈ ബമ്പർ നമ്മൾ റീപ്ലേസ് ചെയ്യും കേട്ടോ. പിന്നെ ഈ ഒരു ഹെഡ്ലൈറ്റ് കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് പോളിഷ് ചെയ്താൽ തന്നെ അത്യാവശ്യം നല്ല തെളിച്ചം കിട്ടും. കമ്പനി ഹെഡ്ലൈറ്റ് തന്നെയാണ് വരുന്നത്. സൈഡ് ബോഡി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ചെറിയ മൈനർ ആയിട്ടുള്ള 1-2 സ്ക്രാച്ചസ് കാര്യങ്ങളൊക്കെ ഈ സൈഡിലുണ്ട്. ഇവിടെ ചെറിയ സ്ക്രാച്ച് ഉണ്ട്. ഇതൊക്കെ കമ്പനി പെയിന്റ് തന്നെ വരുന്നത് കേട്ടോ. അതേപോലെ ഈ ഒരു സൈഡ് ഭാഗത്തും ചെറിയൊരു സ്ക്രാച്ച് വരുന്നുണ്ട് കേട്ടോ. ബാക്ക് ടയർ നോക്കുകയാണെങ്കിൽ ഒരു 40% ബാക്ക് ടയർ വരുന്നുള്ളൂ. പുതിയ ഇൻഷുറൻസ് ആണ് വരുന്നത് കേട്ടോ. അതേപോലെ ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ല വൃത്തി തന്നെ ബാക്ക് സൈഡ് ഉള്ളത്. നമുക്ക് ഡിക്കിന്റെ ഭാഗത്തൊന്നും ടച്ചിങ് ആവശ്യം വരുന്നില്ല. ബാക്ക് ബമ്പറിന്റെ 1-2 സൈഡിൽ സ്ക്രാച്ചസ് ഉണ്ട്. ആ ഒരു ഭാഗങ്ങളൊക്കെ നമ്മൾ ടച്ച് ചെയ്ത് പോളിഷ് ചെയ്ത് കണ്ടാണ് നമ്മൾ തരാൻ ഉദ്ദേശിക്കുന്നത്. വി ഓപ്ഷൻ ആയതുകൊണ്ട് റിവേഴ്സ് ക്യാമറ, ഡിഫോഗർ കാര്യങ്ങളൊക്കെ വരുന്ന വാഹനം കേട്ടോ. അതേപോലെ ഈ ഒരു സൈഡ് ബോഡി കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു സൈഡിൽ ഇവിടെ ചെറിയൊരു ഡെന്റിങ് വർക്ക് ചെയ്യാനുണ്ട്. ഇതൊക്കെ കമ്പനി പെയിന്റ് തന്നെ വരുന്നത് കേട്ടോ. ഇവിടെ ചെറിയ സ്ക്രാച്ച് വരുന്നുണ്ട്. 1-2 സ്ക്രാച്ചസും ഈ ഒരു സൈഡിലും ഉണ്ട് കേട്ടോ. അതേപോലെ ഇതിന്റെ ഇന്റീരിയർ ഭാഗത്തേക്ക് വരുമ്പോഴേ ഡാഷ്ബോർഡ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല വൃത്തി തന്നെയല്ലേ. കമ്പനി സെറ്റ് വരുന്നുണ്ട്. ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് വരുന്നുണ്ട്. ഡുവൽ എയർ ബാഗ് വരുന്നുണ്ട്. സീറ്റ് വൈസ് ഒക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തി തന്നെ അല്ലേ കേട്ടോ. ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിലും സീറ്റ് വൈസ് ഒക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം വൃത്തിയുണ്ട്. റൂഫും കാര്യങ്ങളൊക്കെ പക്കയാണ് കേട്ടോ. 8 സീറ്റ് വാഹനമാണ് വരുന്നത്. അതേപോലെ അതിന്റെ എഞ്ചിൻ റൂം നോക്കുകയാണെങ്കിലേ അത്യാവശ്യം നല്ല വൃത്തി തന്നെ എഞ്ചിൻ സൈഡൊക്കെ ഉള്ളത്. ഓയിൽ ലീക്കോ കാര്യങ്ങളോ ഒന്നും നിലവിലില്ലാത്ത വാഹനമാണ്. ഇന്റർകൂളർ എഞ്ചിനല്ല, സാധാ എഞ്ചിനാണ് വരുന്നത് കേട്ടോ. ഈ വാഹനത്തും 1-2 റീപ്ലേസ് ഈ വാഹനത്തുമുണ്ട്. ഒരു ടൈമിൽ ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. ടൈമിംഗ് ബെൽറ്റ് കാര്യങ്ങളൊക്കെ കമ്പനിയിൽ നിന്ന് തന്നെ ചേഞ്ച് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്രോണിന്റെ സൈഡ് ഈ ഒരു ഭാഗത്തൊന്നും ഏതൊരു സൈഡിലും വാഹനത്തിന്റെ ഏതൊരു സൈഡിലും ആക്സിഡന്റ് കാര്യങ്ങളൊന്നും കാണിക്കാൻ കഴിയില്ല. 1-2 ചെറിയ റീപ്ലേസ്മെന്റ് വാഹനത്തുമുണ്ട്. ആക്സിഡന്റ് കാര്യങ്ങളൊന്നും വാഹനത്തും ഏതൊരു സൈഡിലും നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയില്ല കേട്ടോ. ഈ ഒരു ബോണറ്റ് ഒരു പ്രാവശ്യം മാറിയിട്ടുണ്ട്. കമ്പനിയിൽ നിന്ന് തന്നെ ചേഞ്ച് ചെയ്തിട്ടുള്ളത് കേട്ടോ. പിന്നെ ഒരു പ്രാവശ്യം നമ്മൾ ഇതിന്റെ ഫ്രണ്ട് ഗ്ലാസും ചേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഫ്രണ്ട് ഗ്ലാസും ബോണറ്റും ഒരേ ടൈമിലല്ല ചേഞ്ച് ചെയ്തിട്ടുള്ളത്. വേറെ വേറെ ടൈമിലാണ് ചേഞ്ച് ചെയ്തിട്ടുള്ളത്. മേജറായിട്ടുള്ള ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഫ്രണ്ടേജ് ഏതൊരു ഭാഗത്തും നിങ്ങൾക്ക് ഈ വാഹനത്തുമ്പോൾ കാണിക്കാൻ കഴിയില്ല എന്നുള്ള ഗ്യാരണ്ടി തരാൻ കഴിയും. മെക്കാനിക്കൽ സൈഡൊക്കെ നമുക്ക് ഗ്യാരണ്ടി തരാൻ കഴിയും കേട്ടോ. അതുമായി നമുക്ക് ഫിനാൻസ് കാര്യങ്ങളൊന്നും ചെയ്തു കൊടുക്കാൻ കഴിയില്ല. ഈ വാഹനം പക്ക ഷോറൂം കണ്ടീഷൻ ആക്കിയിട്ട് സൈഡ് ഭാഗങ്ങളൊക്കെ അത്യാവശ്യം നല്ല ക്ലിയർ ആക്കിയിട്ട് ഒരു സ്ക്രാച്ചസ് പോലും ഇല്ലാതെ ഫുള്ള് ക്ലിയർ ആക്കിയിട്ട് 7,90,000 രൂപ ഫൈനൽ ഫിക്സ്ഡ് റേറ്റ് ആണ്. ആവശ്യക്കാരുണ്ടെങ്കിൽ പെട്ടെന്ന് വിളിച്ചോളി. നമ്മുടെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം നിലമ്പൂർ കൂറ്റമ്പാറ എന്ന സ്ഥലത്താണ്. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഫോളോ ചെയ്ത് കൂടെ കൂടാൻ മറക്കരുത്.